ഹലോ ഗൈസ്, PK റിവ്യൂ ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എല്ലാവരും ഓഫീസിൽ പോകണ്ട എങ്ങോട്ടാ പോയത്? ഞങ്ങളിന്ന് തുടരും മൂവി കാണാൻ വേണ്ടി പോയാണോ? തുടരും മൂവി കാണാൻ വേണ്ടി പോയതാണ്. എങ്ങനെയുണ്ട്? ലാലേട്ടൻ മുമ്പോട്ട് തുടരൂലേ? തുടരാനോ? ലാലേട്ടൻ വണ്ടർ. ലാലേട്ടൻ അല്ലാതെ ആര് തുടരാനോ? അതൊക്കെ എന്താണ് അജുമ ലാലേട്ടനെ കുറിച്ചുള്ള പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം പറയും കേട്ടെ. പടത്തിനെ കുറിച്ച് എല്ലാരും പറയട്ടെ, നമുക്ക് അതിന്റെ ഫ്ലോയിൽ ഇങ്ങനെ നമ്മളിലേക്ക് എത്തട്ടെ. അതല്ല അതിന്റെ ഒരു മൂഡ്. തുടരും മൂവി എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാലേട്ടൻ ഇത്രയും കാലത്ത് വന്ന പടത്തിനേക്കാൾ ഏറ്റവും ക്വാളിറ്റിയുള്ള പടമാണോ അത്? എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയൊരു മൂവിയാണ് തുടരും. പണ്ടത്തെ ലാലേട്ടനെ മുതൽ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അത് ഏറെക്കുറെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കുറേ മുന്നത്തെ ഒരു ലാലേട്ടനെ കുറച്ച് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒടിയൻ്റെ കുറച്ച് മേക്ക് ഓവറിൽ ലാലേട്ടൻ്റെ കുറേ ഫേസ് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ മൂവിയിൽ കുറേയൊക്കെ എക്സ്പ്രഷൻസ് ബേസിൽ എനിക്ക് കാണാൻ പറ്റി. മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട്, ലാലേട്ടൻ സൂപ്പറാണ്. ആര്യ, എന്താണ് ഒരു മമ്മൂട്ടി ഫാനാണ്, അപ്പോൾ എന്താണ് ലാലേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? ലാലേട്ടൻ്റെ പടം കണ്ടിട്ട് എന്താണ് അഭിപ്രായം? പടം എനിക്ക് ഇഷ്ടമായി, നല്ല പടമാണ്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ അടിപൊളിയാണ്. പടം ഒരു ആവറേജ് ആണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ തോന്നി, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമായി. ലാലേട്ടൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. ഓക്കെ, നന്ദു, എന്താണ് പടത്തെ കുറിച്ചും ലാലേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? എനിക്ക് നല്ല വർക്കായി എൻ്റെ പടം. ലാലേട്ടൻ ഫാനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അധികം പൊക്കി പറയുന്നില്ല. ഇവർക്ക് ഇഷ്ടാവില്ല, ഇവർ മമ്മൂട്ടി ഫാൻസാണ്. മമ്മൂട്ടി ഫാൻസ് ആയതുകൊണ്ട് മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ടതിൽ ഇപ്പം ഫസ്റ്റ് ഹാഫിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ കണ്ട കുറേ സിനിമകളിലെ കുറേ ഡയലോഗ്സ് കുറേ കുത്തി നിറച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആവശ്യം ഉണ്ടായിട്ടാണോ ആവശ്യമില്ല എങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കുറേ ഡയലോഗ്സ് കുത്തിക്കയറ്റി എനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ ആവശ്യമില്ലാണ്ട് ഡയലോഗ്സ് കുറേ കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അജ്മലെ അരുൺ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാനുള്ളത്? എന്തിനാണോ അതൊക്കെ ഉള്ള തന്നെയാണോ? അതിന്റെ ബ്യൂട്ടി കാണണമെന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ നോർമലി തന്നെ നമ്മളെ നോർമൽ ലൈഫിൽ തന്നെ നമ്മൾ എത്ര പഴയ പടങ്ങളിലെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ലൈഫിൽ ഉച്ചരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ഒരു ഡയലോഗൊക്കെ കുഴപ്പമില്ല. ഇത് എത്ര ഡയലോഗുകളാണ് ഫസ്റ്റ് ഹാഫിൽ കയറിയേക്കുന്നത്, എത്ര ഡയലോഗുകൾ കയറിയിട്ടുണ്ട്. ഹാസ്യം അതിൽ എനിക്ക് കുറേ അതായത് എന്ത് പഴയ എനിക്കത് യോജിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആൾക്ക് കുറേ ഡയലോഗ്സ് ഇത് എപ്പോഴെങ്കിലുമൊക്കെ കൊള്ളിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് ഞാൻ കണ്ടതിൽ ഒരു 5-8 ഡയലോഗ് ഈ പല സിനിമകൾ മോഹൻലാലിന്റെ സിനിമകളിൽ എടുത്ത ഡയലോഗ്സ് ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. അത്രയും നോർമൽ ലൈഫിൽ, അതായത് സിനിമ എന്നുള്ളത് ഒഴിവാക്കി നമ്മളൊക്കെ നോർമൽ ലൈഫിൽ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പോലുള്ള ചെറിയ ഡയലോഗ്സ് ആണ് ആ ഫിലിമിൽ പറഞ്ഞത്. ആ സീനിൽ അത് വളരെയധികം മാച്ച് ആവുന്നുണ്ട്. ഇനി ഹാസ്യങ്ങളൊക്കെ ആ പഴയ ഡയലോഗ്സ് ആണെങ്കിൽ അതിൻ്റെ ഒക്കെ കോമഡി വളരെയധികം ഊക്കണ ടോക്കാണെങ്കിൽ കൂടി അത് വളരെയധികം കണക്ട് ആവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം ദൃശ്യം സിനിമേനെ ബീറ്റ് ചെയ്യോ? അത്രയ്ക്കൊന്നുമില്ല. അതുപോലെ ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് ഇതിൽ കാണുന്നുണ്ടോ? ലാലേട്ടൻ തിരിച്ചു വരാം. ലാലേട്ടൻ ഏടും പോയില്ല. ലാലേട്ടൻ നിന്നെ വേണ്ടല്ലോ ഇപ്പോഴും അന്നും ഇന്നും എന്നും. അതെ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ലാലേട്ടൻ്റെ ഫേസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു എനർജി, ഒരു എന്താ പറയാ, ഒരു എനർജി ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആയാലും അതും വൻ മൂഡായിരുന്നു. നെക്കില്ലാത്ത പരിപാടിയായിരുന്നു. മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവരൊക്കെ ആവറേജിന് എന്തർത്ഥത്തിലാണ് പറയുന്നത് എനിക്കറിയില്ലേ. പടം എന്ന് പറഞ്ഞാൽ വൻ പടാണ്, വൻ മൂഡ് പടം. ഇവര് പണ്ടേതോ ലാലേട്ടന്റെ ഏതോ പണ്ടെങ്ങാനും ഇറങ്ങിയെന്നാണ് ഇവര് പറയുന്നത്. കുറച്ചു മുന്നേ ഇറങ്ങിയ പടത്തിൽ തന്നെയാണ് ഇതേപോലെ തന്നെ കുറെ ഡയലോഗ് സീക്വൻസുകൾ, അതായത് കഴിഞ്ഞ മൂവികളിലുള്ള മോഹൻലാലിന്റെ മാത്രമായ ഡയലോഗുകൾ എടുത്ത് ഫില്ല് ചെയ്ത് പോകുന്ന ഡയലോഗ്
പക്ഷെ അത് മോഹൻലാലിന്റെ ഡയലോഗ് ആണ് എന്നതിലുള്ള ഉപരി ആ ഒരു ഡയലോഗ്സ് ആ പടത്തിൽ ഉപയോഗിച്ച ഓരോ മോഹൻലാലിന്റെ ഡയലോഗും നമ്മളിപ്പോഴുള്ള മലയാളികള് നിരന്തരമായി ഉപയോഗിക്കുന്ന വേർഡാണ്. നിരന്തരമായിട്ട് അല്ലാതെ ആർക്കും അഭിപ്രായം ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇത് സിനിമ എന്നുള്ളതിനുപരി ഇത് മോഹൻലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഒരാൾ സിനിമ എടുക്കുന്നത്. സിനിമ എടുക്കുന്നത് പ്രേക്ഷകരോട് ഒരു കഥ സംസാരിക്കുക. ആ കഥ സംസാരിക്കുമ്പോൾ അതിൽ ചില ഡയലോഗ്സ് ഒക്കെ പഴയതൊക്കെ അതുപോലെ ആ കഥ തരുൺമൂർത്തിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ ആയി തരുൺമൂർത്തി സംസാരിച്ചിരുന്നതാണ്. അതിൽ ആ പല സീനുകളും അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാല് തരുൺമൂർത്തിന്റെ ഡയറക്ഷൻ തന്നെയാണ് അതിന്റെ മികവ്. മോഹൻലാലിന്റെ പെർഫോമൻസ് ഹൈ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ തരുൺമൂർത്തിന്റെ ഡയറക്ഷൻ അതിന് പീക്കിലെത്തിച്ചിരിക്കുന്നത്, വളരെ പീക്കിലേക്ക് അത് കൊണ്ടുപോയിരിക്കുന്നത്. അവസാനത്തെയൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു നെഞ്ചെടുപ്പ് വരുന്നുണ്ട്. ലാലേട്ടന്റെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ കോരിതെടുപ്പ് വരുന്ന ആ ഏട്ടന്റെ തരുൺമൂർത്തിന്റെ പവർ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പടം ഫാമിലി എല്ലാ ഓഡിയൻസും വൺ ടൈം വാച്ചബിൾ ആണോ? വൺ ടൈം വാച്ചബിൾ പോയി കാണാൻ പറ്റുന്ന പടമാണോ? വൺ ടൈമോ? ഞാൻ ഇനിയും പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ലാലേട്ടന്റെ സ്ക്രീനിൽ കൈ കാണാറുണ്ട്. അരുണേ, ഇതിന്റെ സിനിമാറ്റോഗ്രാഫി എങ്ങനെയുണ്ട്? എന്താ പരിപാടി? സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ഫോക്കസ് ഔട്ടും പരിപാടികളൊക്കെ നമ്മളിപ്പം ടെക്നീഷ്യൻ ആ സൈഡിലുള്ള ആയതുകൊണ്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതിനോട് നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഭാഗങ്ങൾ ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ട്. കുറേ അതായത് സ്റ്റഡി ഫ്രെയിംസ് വെച്ചിട്ട് കുറച്ച്, അതായത് ലാലേട്ടൻ്റെ ഒക്കെ ചില സാധനങ്ങളൊക്കെ സ്റ്റഡി ഫ്രെയിം വെച്ചിട്ട് കുറച്ച് ബാഡാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ന്യൂട്രായിട്ടുള്ള ഒരു സിനിമോട്ടോഗ്രാഫി. നന്ദു ഒന്നും മിണ്ടുന്നില്ല. നന്ദു, എന്താണ് ഇതിന്റെ കഥേനെയും തിരക്കഥേനെ കുറിച്ചിന്റെ അഭിപ്രായം എന്താണ്? കഥ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമല്ല, എത്രത്തോളം ഇഷ്ടമായി? എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? എനിക്ക് എന്താ പറയാ, എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നന്ദുവിന് നല്ല ഇഷ്ടമായി. എന്ത് വെച്ചാലും നല്ല ഇഷ്ടമായി. കഥ എങ്ങനെയുണ്ട്? കഥ ഇഷ്ടപ്പെട്ടോ? ഓ, കഥ ഇഷ്ടപ്പെട്ടു. വർക്കായി. ഫാമിലി ഓഡിയൻസിനും എല്ലാവരും കാണാൻ പറ്റുന്ന പടമാണോ? ഓ, ഓഫ് കോഴ്സ് ഫാമിലി ഓഡിയൻസ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് ലാലേട്ടൻ്റെ ലാസ്റ്റിലത്തെ ഫൈറ്റ്. ഓക്കെ, അതാണ് ഇഷ്ടമായത്. അജ്മലെ പറയുമ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയാം. അജ്മൽ ആരെ ഇഷ്ടപ്പെടാൻ പോകുന്ന? എനിക്ക് എല്ലാം ഇഷ്ടമായി. എന്നിട്ട് ഈ ആവറേജ് ആണുള്ളത് പറയുന്നത്. അടുത്ത പരിപാടി എല്ലാം ഇഷ്ടമായി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഫസ്റ്റ് ഹാഫ് എനിക്ക് വർക്ക് ആയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് മാത്രമേ പൊക്കിയടിക്കാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടിച്ചിരിക്കാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അജ്മലെ, ഒരു ഫാൻ ബോയ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു കോമൺ പ്രേക്ഷകനായി നിന്നിട്ട് സിനിമയെ കുറിച്ച് പറഞ്ഞു. കോമൺ പ്രേക്ഷകരായിട്ട് നിന്നിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സിനിമ എനിക്ക് കാണാൻ കഴിയില്ല. ഒന്നാമത്തെ പ്രശ്നം, ആ സിനിമ മുഴുവൻ ഒരു വലിയ ഇതിഹാസം അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുക. എന്നിപ്പോൾ ആ ഒരു ഫേസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ സിനിമ പോയിട്ട് ആ സ്റ്റോറി പോലും സങ്കല്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സ്റ്റോറീൻ്റെ കേസ് പറയല്ലോ. സ്റ്റോറീൻ്റെ കേസിൽ എനിക്ക് തോന്നിയത് കണ്ടു മറന്ന കഥകളും വന്ന കഥകളും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ കുറേയൊക്കെ പ്രെഡിക്റ്റബിളാണ്. അടുത്ത സീൻ എന്താണെന്നുള്ളതും അടുത്ത വില്ലൻ ആരാന്നുള്ളതും ഇതൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് പ്രെഡിക്റ്റബിളാണ്. എന്താണ് മ്യൂസിക്കിൻ്റെ സൈഡിനെ പറ്റി പറയാനുള്ളത്? മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജെക്സ് ബിജോയുടെ മ്യൂസിക്, ലാസ്റ്റുള്ള പേമാരി സോങ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് അടിപൊളിയായിരുന്നു. മ്യൂസിക്കിൻ്റെ കേസിലോ SFX സൗണ്ട് മിക്സ് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഫീല് കൊടുക്കുന്നുണ്ട് ആ മൂവിക്ക്. ഭയങ്കരമായിട്ടൊരു സ്കെയിൽ കൊടുക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു മ്യൂസിക്കിൻ്റെ ഒരു പാട്ടാണ്. മ്യൂസിക് അറിയില്ല. ഞാൻ ആ കഥയെല്ലാം ഒഴുകിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മ്യൂസിക് ആയാലും കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്ത് പോയിക്കുന്നതെന്ന് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മിസ് ചെയ്ത് പോയിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി അതുപോലെ ഈ ലാലേട്ടനെ അങ്ങോട്ട് കണ്ട് മുഴുകി നിൽക്കുമായിരുന്നോ? അജ്മൽ
ലാലേട്ടനെ സത്യമായിരിക്കും ഒരു പക്ഷേ ഞാൻ ഫസ്റ്റ് ഹാഫ് ഒക്കെ ലാലേട്ടനെ കണ്ട് ആ ഒരു ഇതില് അലിഞ്ഞു നിൽക്കായിരുന്നു ഉള്ളത് തന്നെയായിരിക്കും. പക്ഷെ ലാലേട്ടൻ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കും. ലാലേട്ടന്റെ കോമഡിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ലാലേട്ടന്റെ ഓരോ കളികളൊക്കെ ഉണ്ട്. ആ വിന്റേജ് ലാലേട്ടൻ നിങ്ങൾ പറയുന്ന ആ ലാലേട്ടനെ പോലെ എൻ്റെ അഭിപ്രായത്തിൽ ഈ കണ്ടിടത്തോളം മോഹൻലാലിനെ മാത്രം എടുത്ത് പറയുന്നതും എന്തുകൊണ്ടാ വെച്ചാൽ ഈ ലാലേട്ടനിൽ മുഴുകി കുത്തിരിക്കാൻ ബാക്കി എന്താ എങ്ങനെ കഥയിൽ എങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയോ എന്നുള്ളതിന് എനിക്ക് ഡൗട്ടാണ്. കാരണം വെച്ചാൽ ലാലേട്ടൻ എന്ന് മാത്രമാണ് ഈ പറയുന്നത്. പക്ഷെ ലാലേട്ടൻ മാത്രമല്ലല്ലോ അതിൽ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ശോഭനേച്ചി വണ്ടറാണ് കേട്ടോ. ശോഭനേച്ചി എന്ന് പറയുമ്പോൾ ശോഭനേച്ചിന് സ്ക്രീനിൽ ശോഭനേച്ചി ലാലേട്ടനും തമ്മിലുള്ള ഒരു ഐക്കോണിക് കോംബോ അത് വൻ വർക്കാണ് ഈ പടത്തിൽ വർക്കായതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്ന കുറേ ഹാസ്യങ്ങളുണ്ട്, കുറേ കോമഡികളുണ്ട്. അതൊക്കെ നമുക്ക് കണക്റ്റ് ആവും. കാരണം നമ്മൾ കണ്ടു വളർന്ന നമ്മളെ അടുത്തുള്ള കുടുംബക്കാർ സംസാരിക്കുമ്പോഴുള്ള സംസാരമാണ് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ സ്നേഹ അതിനെ പറ്റി അഭിപ്രായം? ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര എന്താ പറയുക ഒരു ഓവർ ആക്ടിങ് പോലെ, അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു, ഇങ്ങനെ ശ്രമിക്കുന്നത് പോലെ. സെക്കൻഡ് ഹാഫിൽ അതില്ല കേട്ടോ, നല്ല വർക്കായി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ട്രൈ ചെയ്യുന്ന പോലെ തോന്നി, കുറച്ച് ഹാർഡ് വർക്ക് ഇട്ടിട്ട് ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെനിക്കും അങ്ങനെ തന്നെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പടം ഇനിയും പോയി രണ്ടാമത് കാണാനുള്ള മൂടുണ്ടോ? രണ്ടാമത് കാണാനുള്ള മൂടൊന്നും ഈ മൂവിക്കില്ല. അജ്മലുണ്ടോ? ടൈം വാച്ചബിൾ തീർച്ചയായും ഉണ്ട്. അതായത് ഞാൻ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, ഞാൻ ബുക്ക് ചെയ്ത മട്ടിൽ നിൽക്കുകയാണ്. അതായത് ഇവർ പറയണ കുറേ, അതായത് ഞാനിതിൽ സത്യമായിരിക്കും, ഞാൻ കുറേ ലാലേട്ടൻ്റെ സൈഡ് തന്നെ ആയിരിക്കും ഞാൻ കണ്ടേ. ഇനി പോവുകയാണെങ്കിൽ ഞാൻ ലാലേട്ടൻ്റെ സൈഡ് തന്നെ. തരുൺമൂർത്തിനെ പരിപാടി, തരുൺമൂർത്തിയുടെ ഡയറക്ഷനെ കുറിച്ച് പറ. വർക്കായിട്ടുണ്ട് ഈ പടം എന്തായാലും വർക്കായിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, വർക്കായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്, പടം നന്നായിരുന്നു. ഇതാണ് എല്ലാവരും പടം പോയി കാണാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ. എല്ലാവരും കാണണം. മൂവി മസ്റ്റായിട്ട് എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ആവറേജ് മൂവി, എല്ലാവരും ഫാമിലീസിന് ഇഷ്ടപ്പെടാതിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആവറേജ് ഫീൽ ആയിട്ട് ഇതുവരെ ലാലേട്ടൻ്റെ ചില മൂവീസ്, നമ്മളിപ്പോൾ റീസെൻ്റ്ലി വന്ന മൂവീസ് പോലും നമുക്ക് ഇഷ്ടപ്പെടാണ്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മൂവിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് എന്തായാലും ഓഡിയൻസിന് ഇരുത്തും ഒന്ന്. പിന്നെ ഡയറക്ഷനിലാണെങ്കിലും നല്ല ഡയറക്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ചില സംഭവങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് തുടരും മൂവിയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇനിയും വണ്ടറായിട്ടുള്ള റിവ്യൂകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ.